ഷോൺ, ഇന്ന് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ്, വിട്ടയച്ചു. ഇത് തുടരാനുള്ള സാധ്യതയുണ്ടോ? എനിക്ക് വ്യക്തിപരമായി തോന്നുന്നു സ്വാഭാവികമായി SFIയുടെ രേഖകൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും പല കാര്യങ്ങളും ചോദിച്ചറിയാനുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. സമയം സാവകാശം പറയണുണ്ട് വിശദമായിട്ട്. ഷോൺ, നിലവിൽ ലഭ്യമായ രേഖകൾ അനുസരിച്ചും അറിയാവുന്ന വിവരങ്ങൾ അനുസരിച്ചും എത്ര ചോദ്യം ചെയ്താലും ഈ CMRL എക്സാലോജിക് ഇടപാടിൽ മാസപ്പടിയിൽ ഒരു രേഖയും തെളിവും വീണയ്ക്ക് കാണിക്കാൻ ഉണ്ടായിരിക്കില്ലല്ലോ. SFIO ഇതിനു മുമ്പ് ബാംഗ്ലൂർ വെച്ച് വീണയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എനിക്ക് അതിനകത്ത് വ്യക്തമായൊരു ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിരുന്നു മാത്രമല്ല, വീണയുടെ മൊഴി തന്നെ ഏറെക്കുറെ യാതൊരു സേവനവും കൊടുത്തിട്ടില്ല എന്നുള്ള നിലയിലുള്ള മൊഴിയാണ്. അതൊക്കെ നാട്ടുകാർക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു 6 മാസത്തിനിടയിൽ വീണയ്ക്ക് പുതിയതായി എന്തെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓർഡറിംഗ് ഉണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി, എങ്ങനെയാണ് ആ പർപ്പസ് നടന്നിട്ടുള്ളത്, അതിൻ്റെ പുറകിലുള്ള മോട്ടീവ് എന്തായിരുന്നു, ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായും അഴിമതി നിരോധന നിയമപ്രകാരം CBI എൻക്വയറിയിലേക്ക് പോകേണ്ട ഘട്ടമായിരിക്കുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതിപ്പോ പോക്ക് കണ്ടിട്ട് വല്ലാത്തൊരു പുലിവാലാത്തിരുന്ന കോളുണ്ടല്ലോ എൻ്റെ കർത്താവേ. ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കണക്കനുസരിച്ച്, SFIയുടെ കണക്കനുസരിച്ച് വളരെ കൃത്യമായി 182 കോടി രൂപയ്ക്ക് മുകളിൽ ഒരു തുക CMRൽ നിന്നും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. 182 കോടി രൂപയുടെ തിരിമറി എന്ന് പറഞ്ഞാൽ അതിൽ നല്ലൊരു ശതമാനവും കൈക്കൂലി കൊടുത്താണ്. ഞാൻ ഞെട്ടിക്കുന്നൊരു കാര്യം പറയട്ടെ. ഒരു കമ്പനി രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം ഇങ്ങനെ വാരിക്കോരി കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും ആ കമ്പനിയുടെ മോട്ടീവ്? അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഒരു സത്യം ബോധ്യമായി. 200 കോടി രൂപ കൈക്കൂലി കൊടുത്തു എങ്കിൽ ബാക്കി അതിൽ എത്ര കോടി രൂപ അതിൽ നിന്നും കേരളത്തിൻ്റെ കരിമണൽ കടത്തപ്പെട്ടിട്ടുണ്ട്? ആ കരിമണലിൻ്റെ കണ്ടന്റിൽ ഈ രാജ്യത്തിൻ്റെ എത്ര വലിയ അറ്റോമിക് എനർജി സ്വത്തുകൾ, അറ്റോമിക് മിനറൽസ് കടത്തപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ വളരെ വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു. 2001-2006 കാലഘട്ടത്തിൽ നമുക്ക് എടുത്തു പറയാൻ VS ആണ് മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും ഭരണം പിണറായി വിജയനായിരുന്നു. 2018 പ്രളയത്തിന് ശേഷം ഇദ്ദേഹം നമ്മുടെ നെതർലൻഡിലൊരു യാത്ര പോയ നിങ്ങളെല്ലാം ഓർമ്മ ഉണ്ടാവും. നെതർലൻഡിൽ യാത്ര പോയിട്ട് തിരിച്ചു വന്ന് നമ്മളെല്ലാം പഠിപ്പിച്ചത് റൂം ഫോർ റിവർ എന്ന മഹത്ത് പദ്ധതി ഞാൻ നെതർലൻഡിൽ പോയി കണ്ടുപഠിച്ചു. അത് കേരളത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ്. എവിടെയെങ്കിലും ഈ റൂം ഫോർ റിവർ നടപ്പിലാക്കിയതായിട്ട് അറിയാമോ? എൻ്റെ അറിവിലില്ല. അന്ന് അവിടെ സന്ദർശിച്ച ഒരു കമ്പനി എന്ന് പറയുന്നത് ബോസ്കാലിസ് എന്ന് പറയുന്ന കമ്പനിയാണ്. സെർച്ച് ചെയ്താൽ കിട്ടും. ഈ ബോസ്കാലിസ് എന്ന കമ്പനിയിലാണ് റൂം ഫോർ റിവറിനെ കുറിച്ച് പഠിക്കാൻ പോയത്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ലോകത്തെ ഏറ്റവും കൂടുതൽ കടലിലുള്ള ധാതു മണൽ വ്യവസായം ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ബോസ്കാലിസ്. ബോസ്കാലിസിൽ പോയി റൂം ഫോർ റിവർ എന്താണ് പുള്ളി പഠിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് 1996 മുതൽ ഇന്ന് വരെയുള്ള 30 വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ സാമ്പത്തിക ഇടപാടുകളും വിദേശ യാത്രകളും ഒക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ വീണയുടെ മാത്രമല്ല, വീണയുടെ സഹോദരൻ ദുബായിലുള്ള വിവേക്, അദ്ദേഹം ഞാൻ ആരോപണം ഉന്നയിച്ച ബാങ്കിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ആ ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളും ഈ കഴിഞ്ഞ 10 വർഷക്കാലം അതിനു മുമ്പും പിണറായി വിജയൻ്റെയും മക്കളുടെയും അക്കൗണ്ടിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ള കോടികളിൽ ഏതൊക്കെ കമ്പനികളുടെ, അതും SLC ലാബിൻ ഉൾപ്പെടെ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് ഉൾപ്പെടെ ഏതൊക്കെ കമ്പനികളുടെ സാന്നിധ്യമുണ്ട് എന്നറിഞ്ഞാൽ മാത്രമേ പിണറായി വിജയൻ എന്ന കള്ള നാണയത്തെ കേരളത്തിന് തിരിച്ചറിയാൻ കഴിയൂ. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. അത് മാത്രമല്ല, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, ചെറുത് 1-2 ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ഇവർ നടത്തിയിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. അവിടെ ഒളിഞ്ഞിരിക്കുന്ന സഖാവ് VS ഒരു പദപ്രയോഗത്തിലൂടെ മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ്. ഇന്ന് എവിടെയാണെന്ന് അന്വേഷിക്കുക. അദ്ദേഹം ഇന്ന് US-ലാണുള്ളത്. സഖാവ് VS മാത്രം ആണ് അദ്ദേഹത്തെ വെറുക്കപ്പെട്ടവൻ എന്ന ഒരു പേര് പ്രയോഗത്തിലൂടെ വിളിച്ച ആൾ ഇന്ന് US-ലുണ്ട്.
ആ വ്യക്തിയും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്താണ്, ആ വ്യക്തിയിലേക്ക് പിണറായി വിജയൻ വഴി ഒഴുകിയെത്തിയ കോടികൾ എത്രയാണ്, ഇതിന്റെ ഒരു മഞ്ഞുമലയുടെ മൂല മാത്രമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നു, വീണയ്ക്ക് ഇതിനകത്തൊരു ചുക്കും ചുണ്ടാകുമ്പോൾ അറിയത്തില്ല. വീണയ്ക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. കുറച്ച് കാശ് കിട്ടി, അതെടുത്തോണ്ട് പോയി എന്നുള്ള ഒഴിച്ചാൽ വീണയ്ക്ക് ഇത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എന്തൊക്കെ ചെയ്തു, ഇതൊന്നും. ഈ 2,78,00,000 പകരം അതിൻ്റെ എത്രയോ ഇരട്ടി PV എന്ന പേരിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. PV എന്ന് മാത്രമല്ല, പിണറായി വിജയൻ എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യം വന്നാൽ വൈറ്റ് മണി ആവശ്യമാണ്. ആ വൈറ്റ് മണി ആവശ്യമുള്ളപ്പോൾ മാത്രം എന്തോ ആവശ്യത്തിന് വേണ്ടി CMR-ൽ നിന്നും കൈപ്പറ്റിയ ടിപ്പ് മാത്രമാണ് ഈ തുക. മനസ്സിലായോ? ഓരോരുത്തന്മാരുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 30 കോടി രൂപയിലധികം UAE-യിലേക്ക് പണമായിട്ട് കടത്തിയിട്ടുണ്ട്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു അന്വേഷണമല്ല ഇത്. അതിലെത്രയോ അപ്പുറത്തേക്ക് ഈ അന്വേഷണം പോകേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനൂ. ഇപ്പൊ എന്തായി? ഞാൻ എന്നേ പറഞ്ഞില്ലേ ഇതൊക്കെ പറ്റിപ്പാണം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കള്ളെ കാട്ടുകളെ. ഇപ്പോൾ ED റെയ്ഡ് ആരാണെന്നവർക്ക് മനസ്സിലായതുകൊണ്ടുള്ള പിന്മാറ്റമാണോ പാർട്ടിയുടെ? നിനക്ക് ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം? വിനു, ഇന്നലെ വരെ വീണയ്ക്ക് വേണ്ടി ഈ ED ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ വരെ നിന്ന CPM-ന്റെ അണികൾ ഇപ്പോൾ ആ ഒരു ഭാഗത്തേക്ക്, അവരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്നത് നമ്മളുടെ മൊത്തത്തിലുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്നതിനെ അവരുടെ മാത്രം പ്രശ്നം എന്ന രീതിയിലത്തേക്ക് അവർ ചുരുക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ്. നീ ഒറ്റ ഒരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. തന്നെ ഒരു യുവതിക്ക് കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങാൻ അനുവദിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ വേട്ടയാടലാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന മുതിർന്ന നേതാക്കന്മാരെല്ലാം ഇപ്പോൾ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, ആ കാര്യങ്ങളെ നിയമപരമായിട്ട് അവർ നേരിടട്ടെ എന്നാണ്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്. പ്രവർത്തകരെ പോലും അണിനിരത്തി റെയ്ഡുകൾക്കെതിരെ പ്രതിഷേധിച്ചു, ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ ആക്രമിച്ചു, അവരെ വധിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു, രാഷ്ട്രീയ പ്രതികാരമാണ്, വേട്ടയാടലാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ആളും അനക്കവും ഇല്ലാത്ത ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആക്കി വെച്ചു എന്നുള്ളതാണ്. പക്ഷെ CPM-ന്റെ ഏത് നേതാക്കന്മാരാണ് പ്രതികരിക്കുന്നത്? എന്താണ് പ്രതികരിക്കുന്നത്? ഒന്നുമില്ല. ആളും അനക്കവും ഇല്ലാതെ ഭർത്താവും ഭാര്യയും കൂടി അവിടെ ചെന്ന് ഭർത്താവ് അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകുന്നു. കൂടെ ഭീകരതയ്ക്കെതിരായിട്ട് ചെറുത്ത് നിൽക്കാനായിട്ട് ഇവിടെ ആരുമില്ല. ആകെ ഉണ്ടാകേണ്ടിയിരുന്ന ആൾ റിയാസാണ്. പുള്ളിയാണെങ്കിൽ സലീം കുമാറിൻ്റെ സന്തപ്ത കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനായിട്ട് പറവൂർക്കും പോയി. ഇതാണ് കാരണവന്മാർ പറഞ്ഞത് ആൾ വില കല്ല് വില എന്നുള്ളത്. വീണയ്ക്ക് ഒരു വിലയുള്ള കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആഗോള മാർക്കറ്റിൽ വീണയ്ക്കും വില കുറവാണ്, ഗിറ്റാറിനും വില കുറവാണ്. പിണറായി വിജയന്റെ മകൾ എന്ന് പറയുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അധികാരം, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന ഒരു എക്സ്ട്രാ പ്രിവിലേജ്, ഇതൊക്കെ തന്നെ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ആ രീതിയിലത്തേക്ക് പാർട്ടി പോലും നൽകുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ഒരു വേക്കപ്പ് കോൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വശം. ഇത് അന്വേഷിക്കുന്ന സമയത്ത് ഇപ്പോൾ അന്വേഷണം ഇന്നത്തേത് കഴിഞ്ഞു, അതായത് ചോദ്യം ചെയ്യലും കാര്യങ്ങളും കഴിഞ്ഞു, ഇനി ഒരു പക്ഷേ അതിന് തുടർച്ചയുണ്ടാകാം, അറസ്റ്റ് മറ്റു കാര്യങ്ങളിലേക്ക് അവർ പോകുമോ എന്നറിയില്ല. വെള്ളം കുടിക്കും, വെള്ളം വീണയും കുടിക്കും. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം എന്നാണല്ലോ നാട്ടുനടപ്പ്. ഇവിടെ ഉപ്പ് തിന്നവരാരൊക്കെയാണ്? എത്ര കിലോ അല്ലെങ്കിൽ എത്ര ക്വിൻ്റൽ ഉപ്പ് തിന്നു, ഇനി എത്ര മെട്രിക് ടൺ വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ളതൊക്കെ വേറെ ചോദ്യമാണ്. അതൊക്കെ ഭാവിയിൽ കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നത്, കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വീണയുടെ കമ്പനിക്ക് വേറെ എവിടെ നിന്നെങ്കിലും വഴിവിട്ടൊരു കോൺട്രാക്ട് കിട്ടിയോ, അതുവഴി അവർക്ക് 50 ലക്ഷം രൂപ കിട്ടിയോ, 2 കോടി രൂപ കിട്ടിയോ, ഇതൊന്നും അല്ല ആൾക്കാരുടെ പ്രധാനപ്പെട്ട കൺസേൺ. ആൾക്കാരുടെ പ്രധാനപ്പെട്ട കൺസേൺ ഇവിടെ ബിസിനസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ. ഈ ഒരു IT സ്ഥാപനമായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു IT സ്ഥാപനത്തിന് മറ്റ് ഇത്തരം വലിയ ലാർജ് കോൺട്രാക്ട്സ് ഒന്നുമില്ല. പക്ഷേ കോടിക്കണക്കിന് രൂപ കൺസൾട്ടൻസി ഫീസ് ഇനത്തിൽ കിട്ടുന്ന, അതിൻ്റെ 1 ഡയറക്ടർ മാത്രമുള്ള കമ്പനിയാണ്. ആ 1 ഡയറക്ടർക്ക് മാത്രമായിട്ട് പ്രത്യേകവും കൺസൾട്ടൻസി ഫീസ് കിട്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഹ്യൂജ് എൻഗേജ്മെന്റ് എങ്ങനെ സാധ്യമായി എന്നുള്ളതാണ് ഇവിടെ ആൾക്കാർക്ക് അറിയാൻ താല്പര്യം. എങ്ങനെയാണ് പിന്നീട് അവർക്ക് ആ കോൺട്രാക്ട് കിട്ടിയത് എന്നതിനെ പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. മാർൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിന് തന്നെ അനിവാര്യമായിട്ടുള്ള നിരവധി ക്ലിയറൻസുകൾ നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മകളുടെ കമ്പനിക്ക് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ പ്രതിഫലം തന്നോളൂ, പകരം നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലിയറൻസ് ഞാൻ തരാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്വിഡ് പ്രോ ക്വോ, അതായത് ഒരു പ്രത്യുപകാരം
ആ രീതിയിലത്തേക്കുള്ള ഒരു പരസ്പര സഹായ സഹകരണ സംഘം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. അതിന് ഈ രീതിയിലത്തേക്കുള്ള ഒരു ഭരണ സംവിധാനത്തിന്റെ ദുരുപയോഗം ഇവിടെ നടന്നിട്ടുണ്ടോ, അതിന്റെ ഭാഗമായിട്ട് വ്യക്തിപരമായി ധനസമാഹരണത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. സഖാവിന്റെ പതിവ് ഗിമ്മിക്ക് നടപ്പിലാവില്ല സാർ ഈ കേസിൽ. ഒന്നാം പിണറായി സർക്കാരിൽ തുടക്കത്തിൽ അന്നത്തെ ആരോഗ്യമന്ത്രി കെ ശൈലജയ്ക്കായിരുന്നു ഈ വകുപ്പ് കൂടി ഉണ്ടായിരുന്നത്. പക്ഷേ ഏതാനും മാസങ്ങൾക്കുള്ളിൽ പിണറായി വിജയൻ ഈ വകുപ്പ് ഏറ്റെടുക്കുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡ് പിണറായി വിജയൻ്റെ കീഴിലാവുന്നു. ഇതിലെന്തോ ദുരൂഹതയുണ്ട് ഭൈരവ. അതിൻ്റെ അഭിഭാഷകൻ, സർക്കാർ അഭിഭാഷകൻ, ഹൈക്കോടതിയിലെ അഭിഭാഷകൻ പിണറായി വിജയൻ്റെ ഭാര്യ കമലയുടെ സഹോദരിയുടെ മകനാവുന്നു. മകൻ നവീനാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ സർക്കാരിലാണ് ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ മകന് ഒരു നിയമനം നടത്താൻ തുടങ്ങി എന്നതിൻ്റെ പേരിലാണ് ഇ പി ജയരാജനെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഇ പി ജയരാജന് രാജിവെക്കേണ്ടി വന്നത്. ശരിയാണല്ലോ. ആ കമ്പനിയാണ് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഏറ്റവും ക്ലിയറൻസ് ആവശ്യമുള്ള കമ്പനിയാണ് മകൾക്ക് മാസപ്പടി നൽകുന്നത്. അങ്ങനെ ഇ പി ജയരാജനിൽ ആരോപിക്കപ്പെട്ടതിനേക്കാൾ എത്രയോ വലിയ തെറ്റാണ് അന്നത്തെ മുഖ്യമന്ത്രി ചെയ്തത്. പക്ഷേ ആരും ബന്ധു നിയമനമെന്ന് പറഞ്ഞില്ല, അഴിമതി എന്ന് പറഞ്ഞില്ല. ഉത്തരം പറഞ്ഞിട്ട് മുറിക്കാ മതി. വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാവാം. പകരം അത് കയ്യോടെ പിടിച്ചിട്ടും രണ്ട് കമ്പനികളുടെ ഇടപാടെന്ന ദയനീയമായ പരമദരിദ്രമായ ഒരു വിശദീകരണമാണ് CPM നൽകിയത്. ചേട്ടൻ ശുദ്ധനും നല്ലവനുമാണല്ലോ, അതുകൊണ്ട് പലതും പിടികിട്ടിയെന്ന് വരും. ഉത്തരവ് പുറത്തു വന്ന ശേഷം തുടർ നടപടികളിലേക്ക്, മറ്റ് അന്വേഷണങ്ങളിലേക്കൊക്കെ ഇത് നീങ്ങുന്നത് ഷോൺ പരാതി നൽകിയതുകൊണ്ട്, കോടതിയെ സമീപിച്ചതുകൊണ്ട് മാത്രമാണ്. ഇട്ടേ ഉള്ളൂ. കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകും, കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും എന്നാണോ ഷോണിൻ്റെ വിശ്വാസം? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് CMR മാത്രമല്ല, വേറെ 8ഓളം സ്ഥാപനങ്ങളിൽ നിന്നും, ചില കമ്പനികളുണ്ട്, ചില അനാഥാലയങ്ങളുണ്ട്, ചില കോളേജുകളുണ്ട്, അതും ചിലത് പല ആരോപണങ്ങൾ വിധേയമായിട്ടുള്ള മെഡിക്കൽ കോളേജുകളുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും വീണയുടെ കമ്പനി പണം കൈപ്പറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം സ്ഥാപനങ്ങളിൽ നിന്നും പണം കൈപ്പറ്റിയതും നിയമപരമാണോ, അല്ലെങ്കിൽ അവിടെയും സേവനം കൊടുക്കാതെയാണ് കൈപ്പറ്റിയെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള അതുവഴി അവർക്ക് കിട്ടിയിട്ടുള്ള സഹായങ്ങൾ എന്താണ് പിണറായിയിൽ നിന്നും അത് പഠിക്കേണ്ടിയിരിക്കുന്നു. പാർട്ടി സെന്ററിൽ ഇരുന്ന് വിരട്ടിയാൽ നിങ്ങളെ പേടിച്ച് അനുസരിക്കുന്നുണ്ടായേക്കാം, പക്ഷെ ബാലിനെ ആകർത്തിപ്പെടുത്തണ്ട. ഈ വിഷയത്തിൽ CBI എൻക്വയറി ആവശ്യമാണ്. ആ CBI എൻക്വയറി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരിഗണനയിൽ CBI എൻക്വയറിയിലേക്കും ഈ കേസ് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പേഴ്സണലായിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ് യു. കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങുക, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുരുക്കം ഉണ്ടാവില്ല. ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ, മനസ്സമാധാനമാണ് പ്രധാനം. നിങ്ങൾ മനസ്സമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും, തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും. ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. ഇന്നും പിണറായി വിജയൻ ഉള്ളാലെ ചിരിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് കരുതാം. ന്യൂസ്